വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 7-8 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. 8-ാമത്തെ വാക്യം, വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. ഈ വാക്യത്തിൽ അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇവിടെ അവൻ എന്ന് ഉദ്ദേശിച്ചത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവമാണ്. ദൈവത്തിൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. നാം എന്ത് ആർക്ക് കൊടുത്താലും വലങ്കൈ കൊണ്ട് കൊടുക്കാവൂ, എന്ത് മേടിച്ചാലും വലങ്കൈ കൊണ്ടേ മേടിക്കാവൂ. 4 ജീവികളും 24 മൂപ്പന്മാരും വീണ പിടിച്ചു. യഹൂദന്മാർ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ് വീണ. സങ്കീർത്തനം 33-ൻ്റെ 2 നാം ഇപ്രകാരം വായിക്കുന്നു: കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. സങ്കീർത്തനം 92-ൻ്റെ 2 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും. സങ്കീർത്തനം 98-ൻ്റെ 5 കിന്നരത്തോടും യഹോവയ്ക്കു കീർത്തനം ചെയ്യുവിൻ, കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ. സങ്കീർത്തനം 147-ൻ്റെ 7 സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. 4 ജീവികളും 24 മൂപ്പന്മാരും വീണകളേന്തി നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ 28 വീണകളെ കാണാം. വെളിപ്പാട് പുസ്തകം 14-ൻ്റെ 2 1,44,000 വീണകളെ കാണാം. സങ്കീർത്തനം 15-ൻ്റെ 2 അസംഖ്യം വീണകളെ കാണുന്നു. ദൈവം സ്വർഗത്തിൽ വീണകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നു സഭകളിൽ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ദൈവീകമല്ല എന്ന് പറയുവാൻ പാടില്ല. അടുത്തതായി ഈ വാക്യങ്ങൾ കാണുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. സങ്കീർത്തനം 141-ൻ്റെ 2 എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്ന സന്ധ്യയാഗമായും തീരട്ടെ. സ്വർണ്ണ നിർമ്മിതമായ ധൂപകലശങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ട്. അതിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം നിറഞ്ഞിരിക്കുന്നു. വിശുദ്ധന്മാർ ഈ ലോകത്തിൽ അന്യരെങ്കിലും അവരുടെ ഈ ലോകത്തിലെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട്. കുഞ്ഞാട് പുസ്തക ചുരുൾ എടുക്കുമ്പോൾ സ്വർഗവും ഭൂമിയും ആരാധനയിൽ പങ്കുചേരുന്നു. സൃഷ്ടികളുടെ പ്രതീകമായി 4 ജീവികളും ദൈവജനത്തിൻ്റെ പ്രതീകമായി 24 മൂപ്പന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. കുഞ്ഞാട് പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ ആരും അവനെ ആരാധിച്ചില്ല. മറിച്ച് പുസ്തകം ഏറ്റുവാങ്ങിയപ്പോൾ ആരാധന ആരംഭിക്കുന്നു. മുദ്ര ഈ സമയം പൊട്ടിച്ചിട്ടില്ല. 4 ജീവികൾക്കും 24 മൂപ്പന്മാർക്കും കുഞ്ഞാട് മുദ്ര പൊട്ടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. വീണ, ധൂപം, സംഗീതം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്നിവ കൊണ്ട് കുഞ്ഞാടിനെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് 22-ൻ്റെ 9. പുറപ്പാട് പുസ്തകം 30-ൻ്റെ 1-9 വരെയുള്ള വാക്യം, ധൂപം നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം എന്നാണ് നിയമം. അങ്ങനെയെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് ഒരു അർത്ഥം കൂടി ഉണ്ട്. പുതിയ നിയമത്തിൽ എപ്പോഴും പ്രാർത്ഥിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ തുടങ്ങിയ വചനങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. ഒടുവിലായി നമ്മൾ കാണുന്നത് കുഞ്ഞാടിന് മുമ്പാകെ വീണു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടിന് മുമ്പാകെ വീണതിനെ സംബന്ധിച്ച് വിശാലമായി നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ആ പോയിന്റിനോട് ഇവിടെ പറയുന്നു. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.